ആദായനികുതി വകുപ്പ് CMLR കമ്പനിയിൽ നടത്തിയ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടുണ്ടെന്ന് കെ സുരേന്ദ്രൻ. കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾക്ക് CMLR ഉദ്യോഗസ്ഥർ കോടിക്കണക്കിന് രൂപ നൽകിയതിന്റെ തെളിവും ആദായനികുതി വകുപ്പിന് ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ വീട്ടിൽ ബുധനാഴ്ച റെയ്ഡ് നടന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിലെത്തിയ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ആദായ നികുതി വകുപ്പ് CMRL കമ്പനിയിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായ തെളിവുകളോടെ അവർക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു കേസാണ്. ഇൻകം ടാക്സ് അപ്പീൽ കമ്മിറ്റിക്ക് മുമ്പാകെ CMRL കമ്പനി ഉദ്യോഗസ്ഥർ നേരിട്ട് നൽകിയ അഫിഡവിറ്റ്, അതായത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കൾക്കും തങ്ങൾ കോടിക്കണക്കിന് രൂപ, ശതകോടിക്കണക്കിന് രൂപ നൽകിയതിന്റെ വിശദാംശങ്ങൾ CMRL കമ്പനി ഉദ്യോഗസ്ഥന്മാർ തെളിവെടുപ്പിനിടെ സ്വമേധയാ അപ്പീൽ കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ളതാണ്. നോക്കൂ, ഇത് മുഹമ്മദ് റിയാസിൻ്റെയും വീണ വിജയൻ്റെയും വീട്ടിൽ മാത്രം നടത്തിയിട്ടുള്ള റെയ്ഡ് അല്ല. 12ഓളം സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുള്ള സെർച്ചിൽ നിരവധി വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ പിണറായി വിജയൻ്റെ മകൾ ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചതിൻ്റെ വിശദാംശങ്ങളടക്കം ഇഡിക്ക് കിട്ടിയിട്ടുണ്ട്. ഗുരുതരമായ കൃത്യവിലോപം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഡിവൈഎഫ്ഐക്കാരെ ഇറക്കി കലാപം സൃഷ്ടിച്ച് കേസ് ഇല്ലാതാക്കാനാണ് ശ്രമം നടക്കുന്നത്. ED അന്വേഷണം നടത്തുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടായില്ല. കലാപം സൃഷ്ടിക്കാൻ പോലീസ് കൂട്ടുനിൽക്കുകയാണ് ഉണ്ടായതെന്നും CMLR കമ്പനിയിൽ നിന്നും പണം വാങ്ങിയവരിൽ UDFന്റെ പ്രമുഖരായ അംഗങ്ങളും ഉള്ളതുകൊണ്ട് ഈ കേസ് നേരായ ദിശയിൽ നടക്കണമെന്ന് UDF ആഗ്രഹിക്കുന്നില്ല എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു.